ഖജുറാഹോ ഡ്രീംസ് റിലീസ് ആവാൻ പോവാണ്. അപ്പൊ എന്താണ് ഖജുറാഹോ ഡ്രീംസ് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്? ശ്രീനാഥ് ബാസിയാണ് ഇതിലെ ഹീറോ ആയിട്ട് വരുന്നത്. വന്നിട്ടില്ല. അല്ല, ബാസി ആക്ച്വലി കുറച്ച് തിരക്കിലായത് കാരണം കൊണ്ടാണ് ഞങ്ങളെ അങ്ങനെ ഹീറോ ഒന്നൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാവരും പരിപാടിയായിരുന്നു. ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കഥയാണത്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആവാൻ ഒരു കാരണം ഉണ്ടാവും. അപ്പം എന്താണ്? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ചതിന്റെ ഒരു സ്പെഷ്യൽ. പിന്നെ കുറെ സ്ഥലങ്ങളിൽ പോയി മാറി മാറി ഷൂട്ട് ചെയ്ത സിനിമയാണ്. അങ്ങനെ കുറെ ലൊക്കേഷൻസ് മാറി മാറി പോയി കുറെ ദിവസങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇത്രയും ഡിലേ ആയി. അതിലെല്ലാം ആക്ച്വലി ഞങ്ങൾ വളരെ എന്താ പറയുക, ഇത്ര ഡിലേ ആയപ്പോഴും ഞങ്ങളത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്കിത് വന്ന് റിലീസാകുമ്പോൾ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഇത് അവസരം വരുന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ ഒരു യൂത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതൊരു യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അന്ന് യൂത്ത് ആയിരുന്നു, ഇപ്പൊ പോത്താണ്. അന്ന് 10-25 വയസ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രായം. 6 വർഷമായി. 4 നിന്റെ പ്രായമല്ല ചോദിച്ചത്. 2022 നമ്മൾ ഷൂട്ട് അവസാനിച്ചത്. അതങ്ങനെയല്ല കേട്ടോ. ഇത് ഇത്രയും ലൊക്കേഷൻസ് ഉണ്ട്, ഇതിന് പെർമിഷൻസ് ഉണ്ട്. പിന്നെ ഇത്രയും പോയ സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ പിന്നെ 2 വർഷം ലോക്ക്ഡൌൺ കടന്നു. 2-3 വർഷം ലോക്ക്ഡൌൺ കടന്നു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് റിലീസാവാൻ വേണ്ടി, ഇതിന്റെ വർക്ക് തീരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം എടുത്തു. അത് സാധാരണ എല്ലാ സിനിമകളിലും എടുക്കുന്ന പോലത്തെ പരിപാടിയാണ്. പക്ഷെ ഇത്രയും ഒരു കോവിഡ് ടൈമിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷനുള്ളൂ ഈ പടത്തിന്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഞങ്ങൾ എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു പടമാണ് എനിക്കിങ്ങനെ ഇറങ്ങാനായിട്ട് ഇതുണ്ട്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷം. നമ്മള് കളമശ്ശേരി ഫോർട്ട് വെച്ച്, എടപ്പള്ളി, അവിടെ നേരെ മൈസൂര്, ബാംഗ്ലൂര്, പൊള്ളാച്ചി, കോയമ്പത്തൂര്, ലക്നൗ, ജയ്പൂർ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഡൽഹി. ശരിക്കും ഖജുറാഹോ എങ്ങനെയുണ്ട്? നൈസ് പ്ലേസ്, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ടെമ്പിളിൽ പോയതാണ്. അത്രയും വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. അതിന്റെ മറ്റേ കൊത്തുപണികൾ വേറൊരു വേർഷൻ ഉണ്ടല്ലോ അതിന്റെ ടെമ്പിളിലെ കൊത്തുപണികൾക്ക് വേറെ പ്രത്യേകതയുണ്ട്. അത് ഡയറക്ടർ സാർ പറഞ്ഞത്. അത് മാത്രം പറഞ്ഞത് യുനെസ്കോ ഏറ്റെടുത്ത ടെമ്പിൾ അത് പറഞ്ഞായിരുന്നു. യുനെസ്കോ പിന്നെ എന്തോ USPയുടെ കാര്യം എന്തൊരു USPയുടെ കാര്യം പറഞ്ഞായിരുന്നു. അതല്ല, ആക്ച്വലി ആ ടെമ്പിളിൽ പ്രത്യേകതയുണ്ട്. അതിപ്പോ നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അത് കാണേണ്ട കാഴ്ചയാണ്. അത് അന്നത്തെ കാലത്തെ ഒരു ഇതായിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പൊ അതിനോട് ചേർന്ന് ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അങ്ങനെ ഒരു സ്ഥലവും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. അങ്ങനെ സാങ്കല്പിക ഗ്രാമമാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാവുന്ന ഒരു സങ്കല്പമുണ്ട്. ദേവദാസി സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 വില്ലേജും ആ വില്ലേജിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും ഈ ഖജുറാഹോ ടെമ്പിളിൽ പോകുന്നത് ഖജുറാഹോ ടെമ്പിളിലേക്കല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഖജുറാഹോ ഫേമസ് ഫോർ ഈ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ടെമ്പിൾ കാണുന്ന സീൻ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. യുനെസ്കോയിലുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. അത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെമ്പിളാണ്. അതിൻ്റെ വർക്ക് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. അതങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പം ഷർഫിക്ക ഇപ്പം നോക്കുകയാണെങ്കിൽ പടക്കളം, അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ഒക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഗ്രാഫിൽ ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഖജുറാഹോ ഡ്രീംസ് ആക്ച്വലി അതിനേക്കാളും മേലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഖജുറാഹോ ഡ്രീംസിന്റെ ഒരു പ്ലോട്ട് വൈസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും വന്ന് അത് വർക്കാകാവുന്ന ഒരു ഹ്യൂമർ പരിപാടികളെല്ലാം ഉണ്ട്. പിന്നെ ഈ ബൈക്ക് റൈഡിങ് എന്ന് പറഞ്ഞ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ഐഡിയ കാരണം കൊണ്ടും ഞാൻ അതിൽ പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഖജുറാഹോ ഡ്രീംസ് അല്ലാത്ത പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഖജുറാഹോ ഡ്രീംസ് 5-ാം തീയതിയാണ് റിലീസ്. ഖജുറാഹോ ഡ്രീംസ് അല്ലാത്ത വിശേഷം എന്താണ്? നമ്മളെല്ലാവരും ഓരോ സിനിമ ഷൂട്ട് നടക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ക്രിസ്മസ് വരാറായി, ന്യൂ ഇയറും പരിപാടികളും പ്ലാൻ ചെയ്തു.
ഓക്കെ അപ്പം ഡിസംബർ 5-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഖജുറാഹോ ഡ്രീംസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.